ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത്. രസമാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി രസമാണ്. ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി രസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 3 തക്കാളി എടുത്തിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നമ്മൾ രസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണ്ട, ചതച്ച വെളുത്തുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാനൊരു 7 മീഡിയം സൈസ് വെളുത്തുള്ളി എടുത്തത് ചതച്ചെടുത്തതാണ്. ആ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ തണ്ട് കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. അരക്കരുത് കേട്ടോ, അരച്ചാലൊക്കെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ചതച്ച ചുവന്നുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക്, എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 സ്പൂണ് മുളകും പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പിഞ്ച് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. രസമായതുകൊണ്ട് ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ ഒക്കെ എടുത്തിട്ടുണ്ട്, അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് നേരടി യോജിപ്പിച്ചെടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല ഉടച്ചെടുക്കുക കേട്ടോ, കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പിന്നെ ഈ രസം വയ്ക്കുന്ന സമയത്ത് നമ്മൾ പച്ച തക്കാളി എടുക്കരുത് കേട്ടോ, പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ നല്ല പഴുത്ത ചുവന്ന തക്കാളി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കൈകൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതെ, നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഞാൻ ഒരു 1/4 കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുളിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം റെഡി ആയതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഫ്ലെയിം ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം താത്തി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഒരു 2 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പീസ് ശർക്കര, വളരെ ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ബാലൻസ് കിട്ടും കേട്ടോ ഈ ഒരു ശർക്കര കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒരു 4 മിനിറ്റാണ് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഇനി നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. ഇതിലെ ഉപ്പും കായത്തിൻ്റെ പൊടിയും എല്ലാം കറക്റ്റ് പാകമാണ് കേട്ടോ. ഈ സമയത്ത് നോക്കിയിട്ട് പിന്നെ ഉപ്പോ അല്ലെങ്കിൽ പുളിയോ കായത്തിൻ്റെ പൊടിയുടെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു വറവ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കാം.
പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വറ്റൽമുളകൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച രസത്തിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. പച്ചമുളകൊക്കെ നല്ല എരിവുള്ള പച്ചമുളകല്ലേ. അപ്പോൾ നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് കറിയിലേക്ക് എരിവ് ഇറങ്ങും. അതുകൊണ്ട് എനിക്ക് പാകത്തിനുള്ള എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.